നമസ്കാരം. ജയ്ഹിന്ദ് ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണം നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത് ഒരു സംഗീത മഹാഗുരുവിനൊപ്പമാണ്. നമ്മുടെ ഏറ്റവും ഇമോഷണലായിട്ടുള്ള പാട്ടുകൾ, വളരെ സോൾഫുൾ ആയിട്ടുള്ള പാട്ടുകൾ നമുക്ക് വേണ്ടി ഒരുക്കിയ സംഗീത സംവിധായകൻ, ഗായകൻ, അത് മറ്റാരുമല്ല നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട എം ജയചന്ദ്രൻ സാറാണ്. നമസ്കാരം ചേട്ടാ. ഓണാശംസകൾ ആദ്യമേ തന്നെ പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ അങ്ങോട്ട്. താങ്ക് യു. ഓണപ്പാട്ട് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഫസ്റ്റ് വരുന്നൊരു ഓണപ്പാട്ട് എന്ന് പറയുന്നത് ചിത്ര ചേച്ചി പാടിയ ചെമ്പനി നീർ പൂവേ എന്നുള്ള പാട്ടാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ തുടങ്ങാം ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം ഏർലി സ്റ്റേജിൽ സ്റ്റാർട്ട് ചെയ്ത സമയമാണ്. ഞാൻ വല്ലാണ്ട് കൊതിച്ചിരുന്നതാണ് അങ്ങനെ ഒരു പാട്ട് ദൂരദർശന് വേണ്ടി ചെയ്യണം, ഓണപ്പാട്ട് ചെയ്യണം. കൊച്ചിലെ HMVയുടെ യേശുദാസ് സാറ് പാടിയ ശ്രീമാൻ തമ്പി സാർ എഴുതി ദക്ഷിണാമൂർത്തി സ്വാമി ഈണം നൽകിയിട്ടുള്ള ഓണക്കോടി ഉടുത്തു മാനം മേഘക്കസവാല് എന്നുള്ള പാട്ടാണ് ആദ്യമായിട്ട് ഞാനൊരു ഓണപ്പാട്ടായിട്ട് കേൾക്കുന്നത്. അന്ന് മുതലൊരു ഓണപ്പാട്ട് പാടണം, അല്ലെങ്കിൽ ഓണപ്പാട്ട് പിന്നെ കമ്പോസറായ ശേഷം അത് ചെയ്യണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചിത്രചേച്ചിയായിട്ട് ദൂരദർശന് വേണ്ടിയിട്ട് ഇത് ചെയ്യാനായിട്ടുള്ള ഒരവസരം ഉണ്ടായത്. രമേശൻ നായർ സാർ എഴുതി. അങ്ങനെയാണ് അത് റെക്കോർഡ് ചെയ്യുന്നതും ഷൂട്ട് ചെയ്യുന്നതും. ഓണം എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് ഫസ്റ്റ് വരുന്ന ഒരു ഓണ ഓർമ്മകളിൽ ഒന്നാണ് ആ ഓണപ്പാട്ട് എന്ന് പറയുന്നത്. ഒരുപാട് പേര് പറയാറുണ്ട് അങ്ങനെ എന്ന് പറയുന്നത്. അനീഷിൻ്റെ ആ പ്രായത്തിലുള്ള ഒരുപാട് പേർക്ക് അതൊരു നൊസ്റ്റാൾജിയായിട്ട് മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ചേട്ടൻ്റെ ഒരു ഓണം എക്സ്പീരിയൻസ്, ഒരു ബാല്യകാല ഓണം എക്സ്പീരിയൻസ്. ഓണം എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും കാണുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ആഘോഷിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്നാണ് ആ ഒരു ആഘോഷം ആദ്യമായിട്ട് വരേണ്ടത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് ഒരു നല്ല കാലത്തിലേക്കുള്ള നമ്മുടെ ചുവടുവയ്പ്പായിട്ടായിരിക്കണം ഓണം എന്നുള്ളത്. എല്ലാവർക്കും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുള്ള ഒരു ലോകത്തിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ ഓണം എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യം നമ്മുടെ ഉള്ളിൽ വേണം ഓണം. അതാണ് എല്ലാവരിലേക്കും സന്തോഷമായിട്ടും സ്നേഹമായിട്ടും ഒരുമയായിട്ടും ഒക്കെ ധ്വനിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നല്ലോണത്തിനെ പറ്റിയാണ് ഞാൻ എപ്പോഴും സ്വപ്നം കാണുന്നത്. നമുക്ക് അത്തരം ഓണങ്ങൾ കിട്ടണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യാം. ഇപ്പോൾ ഓണപ്പാട്ടുകളൊക്കെ ചേട്ടൻ ഒരുപാട് കമ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓണപ്പാട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മുടെ ചേട്ടൻ്റെ മനസ്സിൽ ഫസ്റ്റ് വരുന്നത് എന്തായിരിക്കും? ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലുള്ള ഓണപ്പാട്ടുകളൊക്കെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇപ്പോൾ ഉത്രാടപ്പൂ നിലാവേവ എന്നുള്ള തരങ്ങിണിയുടെ അതിൽ തന്നെയുള്ള പല പാട്ടുകളും രവീന്ദ്രൻ മാസ്റ്റർ, ശ്രീമാൻ തമ്പി സാർ, യേശുദാസ് സാർ, ആ ഒരു ടീമിലാണ്. അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. പിന്നെയും അവർ തന്നെ ചെയ്ത പാട്ടുകളുണ്ട്, അത് ഭയങ്കര രസമാണ്. പിന്നെ സിനിമയിൽ പൂവിളി പൂവിളി പൊന്നോണമായി എന്നുള്ള പാട്ട്, അല്ലെങ്കിൽ ഓണപ്പൂവേ എന്നുള്ള പാട്ട്, തിരുവോണപ്പുലരി തൻ തിരുമുൽ കാഴ്ചയാകാൻ തിരുമേനി എഴുന്നള്ളി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഓണത്തിന് തന്നെ മാവേലി നാട് വാണിടും കാലം. ഈ മാവേലി നാട് വാണകാലം എന്ന് പറയുന്നത് വാണിടും കാലം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഞാൻ അത് കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു സമയത്ത്, അങ്ങനെ ഒരു രാജാവുള്ള ഉണ്ടാകുന്ന ഒരു സമയത്ത് അങ്ങനെ ആയിരിക്കും എന്നാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ ആയിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അതിൽ നമുക്ക് കള്ളവുമില്ല ചതിയും ഇല്ല എന്നൊക്കെ പറയുന്നത് ഒരു വളരെ ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള ഒരു ലോകത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. പക്ഷേ നമ്മളത് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഓണപ്പാട്ടുകളിലൂടെയൊക്കെ തന്നെ നമ്മൾ ധ്വനിക്കുന്നതാണ്. ഞാൻ ഒരു ഓണപ്പാട്ട് ചിത്രചേച്ചിയായിട്ട് ചെയ്തതിൽ ബിജു തിരുമല സാറാണ്. അപ്പോൾ അതിൽ ഒരമ്മ ഒരു നേരത്തെ പോലും ഭക്ഷണത്തിന് പറ്റാത്ത ഒരമ്മ മകനെ ഓണത്തിന് പാടി ഉറക്കുക. അപ്പോൾ മകനൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല, ഒരു വറ്റ് ചോറ് പോലും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഓണം വന്നണയും കാണാൻ പോയൊഴിയും കരുമാടി മകനെ ഉണ്ണി വാവോ, അങ്ങനെ ഒരു പാട്ട് ചെയ്തിട്ട് അത് ഈ ഓണം എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ വളരെ വ്യത്യസ്തമായ
ഒരു പാട്ടായിട്ട് തോന്നി. ശരിയാണ്. അപ്പോൾ ആ ഒരു അവരുടെ ഒരു വേദനയും എല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ഒരു പാട്ടാണ്. ഇമോഷണലി ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള പാട്ടുകളാണ് ചേട്ടൻ്റെ എല്ലാ സോങ്സും എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താ പറയുന്നത്, ഭയങ്കര സോൾഫുൾ ആയിട്ടുള്ള ഒരു പാട്ട്. എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകത? ഇല്ല, നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അതിനകത്തൊരു സോള് വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ, എന്ത് ചെയ്യുകയാണെങ്കിലും. അപ്പോൾ പ്രത്യേകിച്ചും സംഗീതം എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ സോൾ ഇല്ലെങ്കിൽ അതൊരു ഡെഡ് ആണെങ്കിൽ അതിലൊരു കാര്യമില്ല. ആ സോള് വരുന്നത് എങ്ങനെയെന്നുള്ളതാണ്, അതിൽ ജീവൻ എങ്ങനെയാണ് സ്ഫുരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് ചിലപ്പം നമ്മൾ കരുതുന്ന ആ നോട്ട്സിൻ്റെ ഒരു സാങ്കേതികത്വത്തിലല്ല, അതിനുമപ്പുറം അതിൻ്റെ ഉള്ളിലുള്ള പൾസിലാണ്. അപ്പോൾ ഏത് നോട്ട് എവിടെ വരണം, ഈ നോട്ടുകൾക്കിടയിൽ എവിടെയൊക്കെ സൈലൻസ് വേണം, ആ സൈലൻസിൻ്റെ വ്യതിയാനം എങ്ങനെ ആയിരിക്കണം, നോട്ട്സിൻ്റെ വ്യതിയാനം എങ്ങനെ ആയിരിക്കണം, അതിൻ്റെ കൂട്ടം എങ്ങനെ ആയിരിക്കണം, ഇതൊക്കെ ചിന്തിച്ച് അതിനെ മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഉണ്ടാവില്ല. ശരിയാണ്. അപ്പോൾ മാനുഫാക്ചർ ചെയ്യാതെ അത് നാച്ചുറൽ ആയിട്ട് വരിക, അത് നമുക്ക് സ്വയമേവാഗതം എന്ന് ONV സാർ പറയും, ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് അത് വരിക എന്നുള്ളത്. അപ്പോൾ അപ്ലൈഡ് ആർട്ടാണ് ശരി മ്യൂസിക് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. സിനിമ മ്യൂസിക് എന്നൊക്കെ പറയുമ്പോൾ അപ്ലൈഡ് ആർട്ട്. നമ്മളിപ്പോൾ അപ്ലൈഡ് എൻജിനീയറിങ് എന്നൊക്കെ പല കാര്യത്തിനെ പറ്റി പറയുന്ന പോലെ ആണ് അപ്ലൈഡ് ആർട്ട്. അപ്ലൈഡ് ആർട്ടാണ്. ഇപ്പോൾ ഓണത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഓണവിഭവം എന്താണ്? പായസം തന്നെയാണ്. അത് അമ്മ ഉണ്ടാക്കി കൊണ്ടിരുന്ന പാൽപ്പായസം. അതിപ്പോൾ പ്രിയ ഉണ്ടാക്കുന്നുണ്ട്, അമ്മയുടെ ശിഷ്യയായതുകൊണ്ട് അതേ സ്വാദിൽ തന്നെ, അതേ രീതിയിൽ തന്നെ, ഒരുപക്ഷെ അതേ പാത്രത്തിൽ തന്നെ അല്ലെങ്കിൽ ഇലയിൽ തന്നെ അതിപ്പോഴും വിളമ്പപ്പെടുന്നുണ്ടെന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്വാദ് അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അമ്മ പല പാൽപ്പായസങ്ങളും പല സമയങ്ങളിലും വർഷത്തിൽ പല പ്രാവശ്യം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഓണത്തിന് കിട്ടുന്ന അതേ പാൽപ്പായസത്തിന് ഒരു പ്രത്യേക സ്വാദ്. ഓണത്തിന്റെ സമയത്ത് ഉണ്ടാക്കുന്ന പായസത്തിന്റെ അതിന് പ്രത്യേക ഒരു കൽക്കണ്ടമൊക്കെ അതിന്റെ കൂടെ ചേരുന്നുണ്ടാവാം. അതെ അതെ, അത് പിന്നെ ഈ പറഞ്ഞതുപോലെ ഒരു ഒത്തൊരുമയുടെയും അപ്പൊ അതിന്റെ ഒരു സന്തോഷം കൂടി ആ ഒരു പായസത്തിലേക്ക്. പഴയ കാലങ്ങളിൽ നമ്മൾ താഴെ തന്നെ ഇരുന്ന് കൊണ്ടാണ് നമ്മുടെ ഓണ സദ്യ ഉണ്ടായിരുന്നത്. താഴെ ഇരുന്നിട്ട് ഇലയൊക്കെ വിളമ്പിട്ട് ഇങ്ങനെ അങ്ങനെ വിളമ്പി അങ്ങനെയൊക്കെയാണ് ഓണസദ്യ കൊച്ചുകുട്ടിക്കാലത്ത് ഉണ്ടായിട്ടുള്ളത്. ശരിയാണ്. അതുപോലെ തന്നെ പായസം നമ്മൾ ഇലയിൽ ഒഴിച്ച് കഴിക്കാന്ന് പറയും, ഇലയിൽ ഒഴിച്ച് കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് എന്ന് പറയാറ്. അപ്പോൾ അതുപോലെ ഇഷ്ടപ്പെട്ട ഒരു ഓണ വിഭവം പായസം അല്ലാതെ എന്താ പറയുക? പിന്നെ പരിപ്പാണ്. പരിപ്പും നമ്മുടെ നെയ്യും കൂടെ ചേർത്ത് അതിനെ പപ്പടം കൂടെ അങ്ങോട്ട് ചേർത്ത് കൊണ്ട് ഇങ്ങനെ നമ്മൾ ആ നാച്ചുറലായിട്ട് ഇങ്ങനെ ഞെവിട്ടി അതിനെ ഇങ്ങനെ നമ്മുടെ കയ്യിൽ ഉൾക്കൊണ്ട് അതിങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് പോകുന്ന ഒഴുകി പോകുന്ന പോലെ, ഒരു പാട്ട് ഒഴുകി പോകുന്ന പോലെ കാതിലൂടെ, അതുപോലെ ഇതൊരു സംഗീതമായിട്ട് ഉള്ളിലേക്ക് പോകും. ശരിയാണ്. എന്താ പറയുന്ന ഭക്ഷണം കഴിക്കുന്നതും ഒരു കലയാണല്ലോ. ഇപ്പോൾ ഓണപ്പാട്ടുകളെക്കുറിച്ച് ഇപ്പോൾ പറയുമ്പോൾ ചിത്ര ചേച്ചിയുടെ ഈ ഒരു ചെമ്പനീർ നീർപ്പൂവ് എന്നുള്ളൊരു പാട്ട്, ആ പാട്ടിന് അതേ ഒരു ട്യൂൺ വേറെ ഏതെങ്കിലും സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചു? തീർച്ചയായിട്ടും. അത് മണിക്കുയിലെ എന്നുള്ള പാട്ട് അത് ശരിക്കും ഇൻസ്പയർ ചെയ്തിരിക്കുന്ന ഈ ചെമ്പനീർ നീർപ്പൂവയുടെ. കാരണം എൻ്റെ കൂടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ മുരുകൻ ഉണ്ടായിരുന്നു. മുരുകൻ ഇന്നില്ല, വലിയൊരു കലാകാരനായിരുന്നു. 10-20 ഇൻസ്ട്രുമെൻറ്റ്സ് അനായാസേന വായിക്കുന്ന ഒരു ജീനിയസ് ആയിരുന്നു. അപ്പോൾ അന്ന് എൻ്റെ എല്ലാ വർക്കുകൾക്കും എൻ്റെ കൂടെ കൂടുന്നതാണ് മുരുകൻ. അപ്പോൾ മുരുകൻ ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, ആണ് ആ പാട്ടിൻ്റെ ട്യൂൺ ബേസ് ചെയ്ത് ഒരു പുതിയ ട്യൂൺ ഉണ്ടാക്കിയ ഈ സിറ്റുവേഷന് കറക്റ്റായിരിക്കും എന്ന് മുരുകനാണ് ആദ്യമായിട്ട് പറയുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ഈ മണിക്കുയിലെ എന്നുള്ള ഈണത്തിലേക്ക് ഞാൻ എത്തുന്നത്. അതിന് ഒരുപാട് ചെമ്പനീർ പൂവയുടെ ഒരുപാട് ടച്ചസ് ഉണ്ട്. പല ആൾക്കാരും പിന്നെ പിൽക്കാലത്ത് പറഞ്ഞു ചെമ്പനീർ പൂവേ എന്നുള്ള പാട്ട് കോപ്പി അടിച്ചാണ് ഞാൻ ഇതുണ്ടാക്കിയത്. പക്ഷെ അതും ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണ്. അപ്പോൾ അത് പലർക്കും അറിയില്ല എന്നുള്ളതാണ്. പറഞ്ഞ ചെമ്പനീർ പൂവേ കഴിഞ്ഞിട്ട് ഒരുപാട് ഓണം സോങ്സ് ചെയ്തിട്ടുണ്ട്. ചേട്ടന് ഇഷ്ടപ്പെട്ട ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നുന്ന ഒരു ഓണപ്പാട്ട് ചേട്ടൻ ചെയ്തതിലുള്ളത് ഏതായിരുന്നു? അതിൽ നേരത്തെ പറഞ്ഞു ഓണം വന്നണയും കാണാൻ പോയി. വേറൊരു പാട്ട് ഞാൻ ബിച്ചു സാറുമായിട്ട് തന്നെ കൂടെ ഇരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഫ്ലാറ്റുകളിലൊക്കെയാണ് ഓണം, മുറ്റങ്ങളില്ല. അപ്പോൾ ഒരു പാട്ടിൻ്റെ അനുപല്ലവി വന്നപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞു ആ ട്യൂണൊന്ന് പാടിക്കേ. അപ്പം ഞാൻ ഒരു ഫ്ലാറ്റിൽ ഇന്ന് കൊണ്ടാടുന്ന ഓണം, അപ്പോൾ മുറ്റമില്ലാതെ മേടയൊന്നിൽ അത്തക്കളം നെഞ്ചിലേന്തി
അങ്ങനെ വരും. മുറ്റമില്ലാതെ ഈ മേടയൊന്നും അത്തക്കളം നെഞ്ചിലേറ്റാണ്. അതൊരു ഭയങ്കര അദ്ദേഹത്തെ പോലുള്ള ഒരു ജീനിയസിന് മാത്രം എഴുതാൻ പറ്റും. അത് ഈണത്തിനാണ് എഴുതുന്നത്. അപ്പോൾ അങ്ങനെ ബിജു സാറുമായിട്ട് 2 ആൽബങ്ങൾ ചെയ്തു ചിത്രചേച്ചിയുടെ ഓഡിയോ ട്രാക്സിന് വേണ്ടിയിട്ട്. അതൊരു വലിയ ഭാഗ്യമായിരുന്നു ആ സമയത്ത്. പറഞ്ഞ പോലെ ട്യൂണിനനുസരിച്ച് ലിറിക്സ് എഴുതുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചിലപ്പോൾ ലിറിക്സ് വന്നിട്ട് ട്യൂൺ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ ഏതായിരിക്കും കൂടുതൽ കംഫർട്ട്? രണ്ടും കംഫർട്ടബിൾ ആവണം നമുക്ക്, ഏത് രീതിയിലും കംഫർട്ടബിൾ ആണ്. അപ്പോൾ ദാസാറിന് വേണ്ടിയിട്ട് തരങ്ങിണിക്ക് വേണ്ടിയിട്ട് ഗിരീഷ് ചേട്ടനും ഞാനും കൂടെ ചേർന്നു. അതിൽ ചില പാട്ടുകളൊക്കെ ആദ്യം എഴുതിയിട്ട് ഈണം ചെയ്തതാണ്. അതിലൊരു പാട്ട് കുടമുല്ലക്കാവിലെ മുടിയഴകേ മഴവില്ലിൻ ചേലുള്ള കണ്ണഴകേ വാർമുടിയഴകേ ആരരരാരരി കനിയഴകേ. അങ്ങനെ ഒരു പാട്ടുണ്ട്. അത് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു പാട്ടാണ്, ഓണപ്പാട്ടാണ്. അത് യേശുദാസ് സാറാണ് പാടിയത്. ശരിയാണ്. 95 ചന്ത എന്നൊരു സിനിമയിൽ കൂടി തുടങ്ങി ഇപ്പോൾ ഒരു 30 വർഷം ആയി നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയും ഒരു എക്സ്പീരിയൻസിൽ ഏറ്റവും ഒരു ബുദ്ധിമുട്ടായിട്ട് ടഫായിട്ട് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു സോങ് എന്ന് ചോദിച്ചാൽ ഇതായിരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ ഒരു കാര്യം വളരെ ടഫാണെങ്കിൽ, അത് ടഫായിട്ട് തോന്നിയാൽ അതിൻ്റെ ക്രിയേഷന് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ചിലപ്പം വളരെ ചലഞ്ചിങ് സിറ്റുവേഷൻസ് കിട്ടിയാലും ഞാൻ അതിനെ ടഫായിട്ട് കാണാൻ ശ്രമിക്കാറില്ല, അല്ലെങ്കിൽ അത് ടഫായിട്ട് കൊള്ളാൻ ശ്രമിക്കാറില്ല. അത് എന്നെ വേദനിപ്പിക്കാൻ ഞാൻ ശ്രമിക്കാറില്ല. ചലഞ്ചിങ് ആയിട്ട് അല്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ല, വേദനിപ്പിക്കാൻ സമ്മതിക്കില്ല. ഇതെല്ലാം നമ്മൾ എൻജോയ് ചെയ്താൽ മാത്രം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓണം എന്നോണം നല്ലോണം ആ ഈണം വരണം. അപ്പം അത് എങ്ങനെ വരാം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇക്വിലിബ്രിയത്തിലാണെങ്കിലേ അത് വരുള്ളൂ. നമ്മുടെ ഉള്ളിൽ ടർബുലൻസ് ആണെങ്കിൽ ഒരിക്കലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഈണം വരാൻ സാധ്യതയില്ല. അപ്പോൾ അങ്ങനെ ചില പാട്ടുകളൊക്കെ 3-4 മാസങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, പല പാട്ടുകളും. അതിൻ്റെ ഓർക്കസ്ട്രേഷൻ പിന്നെ കംപ്ലീറ്റ് ആയിട്ട്, ഇപ്പോൾ ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ എന്നുള്ള പാട്ട്, അത് 3 പ്രാവശ്യം കംപ്ലീറ്റ് ഓർക്കസ്ട്രേഷൻ ചെയ്തു. ഫുള്ള് ശരിക്കും പ്രൊഡ്യൂസർ തന്ന എമൗണ്ടൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു പോയി. കാരണം ഞാനിങ്ങനെ റീവർക്ക് ചെയ്ത് പിന്നെ ഞാൻ തന്നെയാണ് അതിൻ്റെ ബാക്കി, അത് പ്രൊഡ്യൂസർ അറിഞ്ഞിട്ടില്ല. എൻ്റെ ഇഷ്ടത്തിന് ഞാനത് ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ 3 പ്രാവശ്യം അതിൻ്റെ മൊത്തം ഓർക്കസ്ട്രേഷൻ 3 പ്രാവശ്യം മാറ്റി ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3ാമത്തെ ആണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. അവസാനം കിട്ടിയൊരു വേർഷൻ, അത് ഭയങ്കര സൂപ്പർ ഹിറ്റാണ്. ആ ഒരു ശബ്ദവും അതുപോലെ തന്നെ ആ ഒരു പാട്ടിൻ്റെ ഒരു ഫീൽ എന്ന് പറയുന്നത് ഒരു പക്ഷേ ആർക്കും ഭയങ്കര എന്താ പറയുന്നത് ഉള്ളിൽ തട്ടി നിൽക്കുന്ന ഒരു പാട്ട് തന്നെയാണ്. സർ പറഞ്ഞതുപോലെ ഉള്ളിൽ തട്ടി തുടങ്ങി. ഇപ്പം നമ്മുടെ ഒരു കരിയർ തുടങ്ങുന്നൊരു സമയമുണ്ടല്ലോ, അപ്പം മ്യൂസിക്കാണ് എൻ്റെ വഴി. മ്യൂസിക് ആദ്യം കുഞ്ഞിലേ മുതലേ പഠിക്കുന്നുണ്ടാവും, പക്ഷെ എങ്കിലും ഇതെൻ്റെ വഴി മ്യൂസിക് മാത്രമാണ് എന്ന് തോന്നിയത് എപ്പോഴായിരുന്നു? അങ്ങനെ ഒരു ടേണിംഗ് പോയിന്റ് എപ്പോഴായിരുന്നു? ടേണിംഗ് പോയിന്റ് MB ശ്രീനിവാസൻ സാറിനെ കണ്ടപ്പോഴാണ്. അത് ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത്. ശരി. അപ്പോൾ എൻ്റെ ഫാമിലി ഓഫ് എഞ്ചിനീയേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ്റെ അപ്പൂപ്പൻ തൊട്ട് എല്ലാവരും ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സാണ്. അപ്പോൾ ചേട്ടനും അതെ. അപ്പോൾ ഞാനും അതുവഴി എന്നുള്ളത് പണ്ട് മുതലേ എഴുതി വയ്ക്കപ്പെട്ട ഒരു നിയമം പോലെയാണ്. അപ്പോൾ ആ നിയമപുസ്തകം ഇടയ്ക്ക് ഞാനിങ്ങനെ എടുത്ത് നോക്കും. അപ്പോൾ എനിക്ക് സങ്കടം വരും, അയ്യോ എനിക്ക് ആ നിയമമല്ലല്ലോ, എനിക്ക് പാട്ടിൻ്റെ നിയമമല്ല വേണ്ടതെന്ന് തോന്നും. പക്ഷേ പിന്നെ ഞാനും എൻജിനീയറിങ്ങിലേക്ക് പോകും. അപ്പോൾ MBS സാറിനെ കണ്ടപ്പോഴാണ് ഈ കോമ്പോസിഷൻ, വാട്ട് ഈസ് മ്യൂസിക് കോമ്പോസിഷൻ, അതിൻ്റെ എല്ലാ വ്യാപ്തിയിലും എല്ലാ അഗാധതയിലും അതെന്താണെന്ന് സാറിൻ്റെ കോമ്പോസിഷൻസിലൂടെ കാണിച്ചു തരുമ്പോൾ അദ്ദേഹം അത് കണ്ടക്ട് ചെയ്യുന്നതും അദ്ദേഹം അതിൽ ഉൾക്കൊള്ളുന്ന വളരെ വ്യക്തമായിട്ടുള്ള ഊർജവും അതിൻ്റെ സർഗധനമൊക്കെ കാണുമ്പോഴത്തേക്കും എനിക്ക് ഇതല്ലേ ഈ ആകാശങ്ങളല്ലേ ഞാൻ പരതി നടക്കേണ്ടതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെയാണ് ഇതിൽ പറക്കാനായിട്ട് തുടങ്ങാം. അതിന് ഞാൻ വെറുതെ പറക്കാൻ പറ്റില്ല, അതിന് ചിറക് മുളയ്ക്കണം. ചിറക് നമ്മൾ തന്നെ ഉണ്ടാക്കണം, വേറെ ആരും ഉണ്ടാക്കി തരില്ല. ആ ചിറക് ഉണ്ടാവുമ്പോൾ മാത്രമേ പറക്കാൻ പറ്റുള്ളൂ എന്നും MBS സാറ് വേറൊരു രീതിയിൽ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ കൂടുതൽ
ആ ചിറകിനെ കുറിച്ച് നിനക്ക് ചിറക് വളർന്നിട്ടില്ല എന്ന് പറഞ്ഞു തന്നത് ദേവരായ മാസ്റ്ററാണ്. വളരട്ടെ അപ്പോൾ നോക്കാം എന്നുള്ള രീതിയിലാണ്. പിന്നെ ദേവരായ മാസ്റ്ററിന് വേണ്ടിയിട്ട് ഒരു അസിസ്റ്റൻറ്റ് കണ്ടക്ടറായിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള ഭാഗ്യമുണ്ട്. സുഭഗേ നാം ഇരുവരും ഈ സുരഭി സരസിൽ വിരിഞ്ഞു എന്നുള്ള എൻ്റെ പൊന്നുതമ്പുരാൻ എന്നുള്ള ആ സിനിമയിലെ പാട്ട് കണ്ടക്ട് ചെയ്യാനായിട്ടുള്ള, അത് വയലാർ എഴുതിയതാണ്, ദേവരായ മാസ്റ്റർ ഈണം നൽകിയതാണ്, യേശുദാസ് സാറ് ഡയറക്റ്റായിട്ട് സ്റ്റുഡിയോയിൽ പാടിയതാണ്. അപ്പോൾ അത് കണ്ടക്ട് ചെയ്യാനായിട്ടുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ ആലോചിക്കുമ്പോഴത്തേക്കും ഒരുപക്ഷെ എൻ്റെ ജനറേഷനിൽ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിരിക്കുന്നത് എനിക്ക് മാത്രമാണ് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ മറ്റേ നമ്മുടെ തമ്പി സാറ് പറയും ഗൂസ് ബംസിനെ പറ്റി രോമാഞ്ച കുഡ്മളം എന്ന് പറയും. അത് ഉണ്ടാവും. ഇപ്പോൾ ഓണത്തിൻ്റെ ഒത്തുകൂടലുകൾ എങ്ങനെയാണ് വീട്ടിലെ ഓണമൊക്കെ? എല്ലാ ഓണത്തിനും വീട്ടിൽ തന്നെ ആയിരിക്കും നിർബന്ധമായിട്ടും. അത് എൻ്റെ മൂത്ത മകൻ ഇംഗ്ലണ്ടിൽ പഠിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ആ ഓണങ്ങൾക്കൊന്നും അവനുണ്ടായില്ല. പക്ഷെ അവനിപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വർഷത്തെ ഓണം നമ്മൾ 4 പേരും കൂടെ ഒന്നിച്ച് തന്നെയാണ്. അപ്പോൾ അതിനിപ്പോഴും പഴയ അമ്മ കൊണ്ടുവന്ന ഒരു പൈതൃകം ഉണ്ടല്ലോ, ആ പൈതൃകത്തിൻ്റെ ശക്തിയാണ് പ്രിയയ്ക്കുള്ളത്. അപ്പോൾ പ്രിയ ആ രീതിയിൽ തന്നെയാണ് അത് കൊണ്ടാടുന്നത്. മനസ്സിലും നമുക്കും ഒക്കെ തരുന്നതും അത് തന്നെയാണ്. ഈ 30 years ഓഫ് ജേണി 95 to 2025 നിൽക്കുമ്പോൾ സംഗീതത്തിലും അല്ലെങ്കിൽ സംഗീത സംവിധാന മേഖലയിലുമൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവുമല്ലോ. എന്തൊക്കെ മാറ്റങ്ങളാണ്? അതെങ്ങനെയാണ് ചേട്ടൻ നോക്കി കാണുന്നത്? അത് കാലത്തിൻ്റെ ഒരു ഗതി അനുസരിച്ചുള്ള മാറ്റങ്ങൾ എല്ലാത്തിലും ഉണ്ടാവും. അതൊരു പ്രോഗ്രഷനായിട്ട് ഞാൻ കാണുന്നു. അത് പിന്നിലേക്കുള്ള പോക്കല്ല, പ്രോഗ്രഷൻ മുന്നിലേക്ക് തന്നെ നമ്മൾ പോകുമ്പോൾ സിനിമ മാറുന്നുണ്ട്. സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള സംഗീതമാണ് സംഗീതം അല്ല, സംഗീതത്തിന് വേണ്ടിയിട്ടല്ല സിനിമ എന്നുള്ള കാര്യം പ്രത്യേകം എല്ലാവരും ഓർക്കേണ്ടതാണ്. അപ്പോൾ സിനിമ എങ്ങനെയാണോ അതിനനുസരിച്ചുള്ള സംഗീതം ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ സിനിമയുടെ ഗ്രാമറൊക്കെ ഒരുപാട് മാറി. പഴയതിൽ നിന്ന് അതിൻ്റെ ആഖ്യാന ശൈലി, അത് എടുക്കപ്പെടുന്ന രീതികൾക്ക് വ്യത്യാസമുണ്ട്, അത് കൊണ്ടുവരുന്നതിന് വ്യത്യാസമുണ്ട്. ഈവൻ പ്രൊമോഷൻസ് പോലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റ് ധാരകളിലൂടെയും കൊണ്ടുവരുന്നതിനും എല്ലാം വ്യത്യാസമുണ്ട്. ആക്ടേഴ്സിൻ്റെ ഇതറിയാം. അപ്പോൾ നമ്മുടെ ലെജൻഡറി ആയിട്ടുള്ള ആക്ടേഴ്സ് അവർ പഴയ കാലങ്ങളിൽ ചേരുന്നതും ഇപ്പോൾ ചെയ്യുന്നതും തമ്മിലുള്ള ഒരുപാട് അന്തരങ്ങൾ ഉണ്ട്. അപ്പോൾ അതൊരു എവല്യൂഷനാണ്. അപ്പോൾ ഈ രീതികൾക്ക് വരുമ്പോഴത്തേക്കും പാട്ട് എങ്ങനെ വേണം, സിനിമയിൽ പാട്ട് ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യം പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് കൂടുതൽ. അങ്ങനെ പാട്ടിന് അങ്ങനെ ഒരു കാര്യമുണ്ടോ? ഇൻ കേസ് പാട്ടുണ്ടെങ്കിൽ അത് സംവിധായകൻ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റർ ഉദ്ദേശിക്കുന്നത് ഒരു കഥ പറഞ്ഞു പോകാനായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റായിട്ട് മാത്രം. പണ്ടൊക്കെ നമ്മൾ കമ്പോസ് ചെയ്യാനിരിക്കുമ്പോൾ പറയും നമുക്കൊരു 5 പാട്ട് വേണം, ഈ 5 പാട്ടുകളും ആൾക്കാരെ ശ്രദ്ധിക്കണം, എല്ലാവരും പാടി നടക്കണം, ഇത് ഹിറ്റാവണം എന്നൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയുള്ള പാട്ട് ഹിറ്റാവുക അങ്ങനെയുള്ളതിനപ്പുറമായിട്ട് ഈ പാട്ട് ഇങ്ങനെ ഒരു അന്തർധാരയായിട്ട് സിനിമയിലൂടെ സഞ്ചരിച്ചാൽ മതി എന്ന് കാണുന്ന ഒരു പറ്റം ആൾക്കാരുണ്ട്. അവരൊക്കെ വളരെ ക്രിയേറ്റീവുമാണ്. അപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അർത്ഥവത്തായ ഉത്തരങ്ങളാണ് സംഗീതത്തിലൂടെ ഇന്നത്തെ സംഗീത സംവിധായകർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു ചേഞ്ചാണ്. ആ ചേഞ്ചിനെ നമ്മൾ വെൽക്കം ചെയ്യണം. കാരണം സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് സംഗീതം, മറിച്ചല്ല. അപ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് ടെക്നോളജീസ് ടെക്നിക്കലി ഒരുപാട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇപ്പോൾ പറഞ്ഞതുപോലെ പാട്ട് പാടുമ്പോൾ ചെറിയ കറക്ഷൻസ് വേണമെങ്കിലും വരുത്താം. പണ്ട് ചിത്ര ചേച്ചിയൊക്കെ ഫുൾ ഓർക്കസ്ട്രയിൽ ഒരുമിച്ച് പാടിയിരുന്ന ഒരു സംഭവത്തിൽ നിന്ന് ഇപ്പം ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനൊരു സംഭവം വരുമ്പോൾ നമ്മളിപ്പം ചെറിയ കറക്ഷൻസ് ഒക്കെ വേണമെങ്കിൽ ആവാം എന്നുള്ള ഇത് വരുമ്പോൾ സംഗീത പഠനത്തിന് അത് ബാധിക്കുന്നുണ്ടോ? അല്ല, ഒരുപാട് പേര് ടേക്ക് ഇറ്റ് ഈസിയാണ്. അപ്പോൾ മ്യൂസിക് കമ്പോസേഴ്സ് ആണെങ്കിലും ഇപ്പോൾ ഒരു ഇപ്പോഴത്തെ പുതിയ VSTs അതൊക്കെ വെച്ചിട്ട് നമ്മുടെ കീബോർഡിൽ ഏത് കീ ഞെക്കിയാലും ഒരു നല്ലൊരു ശബ്ദം കേൾക്കും. ഇതെല്ലാം നമ്മളെ അതിലോട്ട് ഇങ്ങനെ പിടിച്ചിടുന്ന വേൾഡ് വിൻസാണ്. അപ്പം ഒരു കുട്ടിക്ക് കളിപ്പാട്ടം കൊടുക്കുന്ന പോലെ ഇപ്പോൾ ഒരു 2 കളിപ്പാട്ടുണ്ടെങ്കിൽ 2ഉം കൂടെ അവൻ എടുക്കാൻ ശ്രമിക്കും. ഒരു 5-6 ഉണ്ടെങ്കിൽ എല്ലാം കൂടെ എടുക്കാൻ ശ്രമിക്കും. പക്ഷേ ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി എന്ന് തോന്നിക്കുന്നിടത്താണല്ലോ മെച്യൂരിറ്റി വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന മെച്യൂരിറ്റി എന്നുള്ള ഇപ്പോൾ ഹാരിസ് ജയരാജ് സാറിൻ്റെ ട്രാക്കുകളെ കുറിച്ച് എന്നോട് ഒരുപാട് പേര് സംസാരിച്ചിട്ടുണ്ട്, അവിടെ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ചിലപ്പം ഒരു 8-10 സ്റ്റീരിയോ ട്രാക്ക് മാത്രമേ കാണൂ, അത്രയേ ഉള്ളൂ അതിൻ്റെ. പക്ഷേ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും.
അപ്പോൾ ഏത് രീതിയിൽ ഏത് ക്വാണ്ടിറ്റിയിൽ കൊടുക്കണം, എത്ര കൊടുക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു സംഗീത പഠന മേഖലയെ അത് ബാധിക്കില്ല. നമ്മൾ പഠിക്കുന്നത് നല്ല രീതിയിൽ പഠിക്കണം എന്നുള്ളതേ ഉള്ളൂ അല്ലേ. പറഞ്ഞ ഓണത്തിലേക്ക് ഒന്നുകൂടി വന്നു കഴിഞ്ഞാൽ, ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒക്കെ മനസ്സിൽ ഗൃഹാതുരതയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളൊരു സിനിമാ മേഖലയിൽ നിന്ന് ഒരാൾ ഇൻ്റർവ്യൂവിൽ വന്നിരിക്കുമ്പോൾ ഉറപ്പായിട്ടും ചോദിക്കുന്ന സിനിമാ സെറ്റിലെ ഓണം, സിനിമാ മേഖലയിലെ ഓണം എന്നൊക്കെയാണ്. എങ്ങനെയാണ് ആ ഒരു ഓണം? ഞാൻ ഈ സിനിമാ സെറ്റുകളിലേക്ക് പോകാത്ത ഒരു സംഗീത സംവിധായകനാണ് പഴയ കാലം തൊട്ട്. ശരി. അത് എൻ്റെ ഒരു ഇടമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സിനിമ എൻ്റെ ഇടമാണ്, പക്ഷേ സിനിമ സെറ്റ് എൻ്റെ ഇടമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ചിലപ്പം ഡയറക്ടേഴ്സൊക്കെ വിളിക്കാറുണ്ട്, അങ്ങോട്ട് പോയി പാട്ട് കേൾപ്പിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ ഷൂട്ട് കാണാനായിട്ട് അങ്ങനെ പോകാറില്ല. അതൊക്കെ പണ്ട് ബാലേട്ടൻ ആ സിനിമയ്ക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞ നമ്മുടെ കളിമണ്ണ് എന്ന് പറഞ്ഞ സിനിമയുടെ ലൊക്കേഷന് സെല്ലുലോയിഡിൻ്റെ പോയിട്ടുണ്ട്, പെരുമഴക്കാലത്തിൻ്റെ. അങ്ങനെ കുറച്ച് ലൊക്കേഷൻസിൽ മാത്രം ഞാൻ പോയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ സെറ്റുമായിട്ട് ഒരു ഓണം അങ്ങനെ ഒരു സംഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. ചിലപ്പോൾ നമ്മുടെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ പല ഓണങ്ങളും നമ്മൾ ഈ രീതിയിൽ ആഘോഷിച്ചിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെയാണെങ്കിലും തിരുവോണം വീട്ടിൽ തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു തിരുവോണ അനുഭവം എനിക്ക് ആ രീതിയിൽ ഉണ്ടായിട്ടില്ല. ഓണം എപ്പോഴും വീട്ടിൽ തന്നെ ആഘോഷിക്കുക എന്നുള്ളത് തന്നെയാണ്. വേറൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ ഒരു മ്യൂസീഷ്യനാണ്, അതുപോലെ തന്നെ ഗായകൻ കൂടിയാണ്. അപ്പോൾ ഗായകനുള്ള ഒരു അവാർഡ് കിട്ടുന്ന, സംസ്ഥാന അവാർഡ് കിട്ടുന്ന നോട്ടം എന്ന ചിത്രത്തിലെ ആ ഒരു പാട്ടിനാണ്. എങ്ങനെയായിരുന്നു ഇപ്പോൾ ഒരു പാട്ട് ചേട്ടൻ സമീപിക്കുമ്പോൾ ഇത് എനിക്ക് പാടാൻ പറ്റും അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് എങ്ങനെയാണ് വരുന്നത്? മിക്ക പാട്ടുകളും ഞാൻ തീരുമാനിച്ച് ഞാൻ തന്നെ പാടിയിട്ടുള്ളതല്ല. അത് ഡയറക്ടേഴ്സ് തന്നെ ചിലപ്പം ഈ ഈണം കേൾക്കുമ്പോൾ തന്നെ അവർ പറയാറുണ്ട്, ഇത് ജയൻ തന്നെ പാടിയ പോരെ എന്ന് ചോദിക്കും. അപ്പോൾ അതിൽ 90% ഞാൻ പറയും അത് വേണ്ട. കാരണം എൻ്റെ ശബ്ദം എൻ്റെ കോമ്പോസിഷനിൽ കേൾക്കുന്നത് അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ഞാൻ. അപ്പോൾ വേറൊരാൾ അത് പാടുമ്പോൾ കൊണ്ടുവരുന്ന പ്രകാശം ചിലപ്പം എൻ്റെ ശബ്ദത്തിൽ നിന്ന് കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ തന്നെ അവിടെ ഒരു ലിമിറ്റേഷനായി പോകുമോ എന്നുള്ള, ഞാനെന്ന ഗായകൻ അങ്ങനെ ഒരു തോന്നലുണ്ട്. ഇപ്പം എല്ലാ കാലത്തും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഒരു 100-ൽ കൂടുതൽ പാട്ടുകൾ എനിക്ക് പാടാനുള്ള അവസരങ്ങൾ പല രീതിയിൽ എൻ്റെ ഈ 30 വർഷത്തിൽ ഉണ്ട്. പക്ഷേ അതിൽ 2-3 പാട്ടുകൾ മാത്രമേ ഞാൻ പാടിയിട്ടുള്ളൂ. അത് ഞാൻ അബ്സല്യൂട്ട്ലി കോൺഫിഡൻ്റ് ആണെങ്കിലേ പാടിയിട്ടുള്ളൂ. അത്തരം പാട്ടുകൾ ഇപ്പോൾ പെരുമഴക്കാലത്തിലെയും അല്ലെങ്കിൽ ഇപ്പോൾ ഈ അവാർഡ് കിട്ടിയ പാട്ടും ഒക്കെ വേറെ പാട്ടുകാർ പാടണം എന്ന് ആഗ്രഹിച്ചാണ്. ഇപ്പോൾ മെല്ലെ എന്നുള്ള പാട്ട് ആദ്യം പാടിയത് ജേട്ടനാണ്. പക്ഷേ ജേട്ടന് ആ ദിവസം ജേട്ടൻ വളരെ ബിസി ആയിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ച രീതിയിൽ അദ്ദേഹം ആ ഒരു രീതിയിലേക്ക് അത് കൊണ്ടുവരാൻ സാധിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ഡയറക്ടർ പറഞ്ഞു ജയൻ്റെ ശബ്ദം തന്നെ വെക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ചില കാര്യങ്ങൾ സംഭവിക്കുന്നത്. പറഞ്ഞാലും പെരുമഴക്കാലത്തിലെ ആ ഒരു പാട്ട് ജയൻ്റെ ശബ്ദത്തിലല്ലാതെ വേറെ ആർക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഒരു ഫാൻ മൊമെൻ്റ് ആണ് ആ പാട്ടിൻ്റെ ഒരു വരി പാടിയാലും മതി. ഏത് പാട്ട്? രാക്ലിതൻ. ഓണത്തിനൊരു ശോകഗാനം വേണം. എന്നിരുന്നാലും അത് കേൾക്കാതെ വിട്ട പ്രേക്ഷകർ എന്നെ വിടത്തില്ല. രാക്കിളിതൻ വഴി മറയും നോവിൻ പെരുമഴക്കാലം കാത്തിരിപ്പിൻ തിരി നനയും ഈറൻ പെരുമഴക്കാലം.